Hi guys, Assalamu alaikum. This is Biju Fahima here. Welcome back to my channel. നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് ബിരിയാണി. അപ്പോൾ പല രീതിയിലുള്ള ബിരിയാണി ഉണ്ടല്ലേ, തലശ്ശേരി ദം ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് തലപ്പാക്കട്ടി ബിരിയാണി. റൈസിൻ്റെ ഇൻഡെപ്ത് ഫ്ലേവറും നല്ല ടെൻറ്റ മട്ടൻ്റെ മസാലയിൽ മിക്സ് ആയിട്ട് ഒരു അസാധ്യ ടേസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ മട്ടൻ വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചിക്കൻ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ചിക്കൻ എടുത്താൽ മതി. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 3 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് മട്ടൻ നല്ല ടെൻഡർ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 വിസിൽ വന്നവരെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ ചെയ്തു. നിങ്ങൾ എടുക്കുന്ന മീറ്റിൻ്റെ വേവ് അനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. മട്ടൻ കുക്കായാൽ കുറച്ചധികം സ്റ്റോക്ക് വരും, അത് വറ്റിച്ചെടുക്കുകയൊന്നും വേണ്ട, പിന്നീട് റൈസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീയും 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായി വന്നാൽ സ്പൈസസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 6 ഏലക്കായ്, 6 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, 2 ബേ ലീവ്സ് ആണ് ഇട്ടിട്ടുള്ളത്. സ്പൈസസ് നന്നായിട്ട് സോട്ട് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് 5 വലിയ ഉള്ളി, ഏകദേശം 1/2 കിലോ ഉള്ളി തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ നിർത്താതെ വഴറ്റിക്കൊണ്ടിരിക്കണം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ പെട്ടെന്ന് വാടിക്കിട്ടും. ഈ ഒരു തലപ്പാക്കട്ടി ബിരിയാണീൻ്റെ മെയിൻ ഹൈലൈറ്റ് ഓരോ ബാച്ചായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ വീട് മൊത്തം ഒരു നല്ല അരോമയാണ്. ഉള്ളി ഇതുപോലെ നന്നായിട്ട് വാടി വന്നാൽ ചതച്ചെടുത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം വെളുത്തുള്ളി, ഏകദേശം 3 ബൾബ് വെളുത്തുള്ളി ചതച്ചെടുത്തതാണിത്. അതിൻ്റെ പകുതി ഇഞ്ചിയും 50 ഗ്രാം ഇഞ്ചിയാണിത്. ഇതും കൂടി പാനിലിട്ട് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് കൈവിടാതെ സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് സോട്ടായാൽ മാത്രമാണ് ഈ ഒരു ബിരിയാണിൻ്റെ ഫ്ലേവർ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കംപ്ലീറ്റ് സോട്ടായാൽ ഇതിലേക്ക് 5 വലിയ തക്കാളിയും 8 പച്ചമുളക് ഇതുപോലെ മുഴുവനായിട്ടും ഇട്ട് ഒരു പഞ്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ഇതും 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ബിരിയാണിക്ക് മല്ലിയിലയും പുതിനയിലയും മസ്റ്റാണ്. ഈ ഒരു തലപ്പാക്കട്ടി ബിരിയാണിക്ക് നമ്മൾ സേലം ബിരിയാണി എന്നാണ് പറയാറ്. അതിൻ്റെ റീസൺ എൻ്റെ ഫാദറിനിലോ സേലമിലുണ്ടായിരുന്നു. അപ്പം മമ്മി അവിടെ പോയപ്പോൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു റെസിപ്പിയാണ്. ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയാൽ എപ്പോഴും ഒരു സ്പെഷ്യൽ ഇമോഷനാണ്. തക്കാളി വാടി വന്നാൽ മൊത്തത്തിൽ മാഷ് ആയിട്ട് ഉള്ളി മേലെ കാണുന്ന രീതിയിലാവുന്നവരെ സോട്ട് ചെയ്തെടുക്കണം. സാധാരണ തലപ്പാക്കട്ടി ബിരിയാണി തിന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, നല്ല സ്പൈസി അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അത്ര അധികം സ്പൈസി അല്ല. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്താലും മതി. മസാല നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ ഒരു ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് ചെക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ച മട്ടൻ ഇല്ലേ, അതിൽ മട്ടൻ മാത്രം മസാലയിൽ ചേർത്ത് മിക്സ് ചെയ്യാം. 3/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് നേരത്തെ മട്ടൻ കുക്കായപ്പം ബാക്കി വന്ന സ്റ്റോക്ക് ഇല്ലേ, അതിൻ്റെ കൂടെ എക്സ്ട്രാ വേണ്ട വെള്ളം ആഡ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ജീരകശാല അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് വേണ്ടത്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഇതുപോലെ തിളച്ച് വന്നാൽ കഴുകി ഊറ്റി വെച്ച ജീരകശാല അരി ചേർത്ത് കൊടുക്കാം. 1 കിലോ അരിയാണിത്. ഇത് ജസ്റ്റ് കംപ്ലീറ്റ് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതുപോലെ വറ്റി വന്നാൽ ഒരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് കവർ ചെയ്ത് പുറത്ത് ആവി പോകാത്ത രീതിയിൽ അടച്ചു വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അടിയിൽ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചാൽ അടിക്ക് പിടിക്കാതെ കിട്ടും. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. തലപ്പാക്കട്ടി ബിരിയാണി കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഹൈവ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ തലപ്പാക്കട്ടി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത്. മസാലയെല്ലാം ടൈം എടുത്ത് വഴറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും തന്നെ റൈസിൽ കാണുകയില്ല. പക്ഷേ ഓരോ റൈസിലും അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് ഉണ്ടാവും. അത്രയും നല്ല ടേസ്റ്റിയാണ്. ഞാൻ ചെന്നൈയിലുള്ളപ്പോൾ ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് ഈ ഒരു ബിരിയാണി കഴിക്കാറ്. അവർ പക്ഷേ ബസ്മതി റൈസാണ് യൂസ് ചെയ്യൽ. ഇതുപോലെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടി ഉണ്ടാവും റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെന്നാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. റെസിപ്പീസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. താങ്ക് യു.